മീറ്റിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസിയോടും എല്ലാവരോടും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, രാത്രി ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചയമായി നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വ്യക്തമായ ദൈവിക ദൂതുകളും ദൈവത്തിൻ്റെ ശബ്ദങ്ങളും പ്രവചന ശബ്ദങ്ങളും നമ്മോട് കൈമാറും. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഓരോരുത്തരോടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കും. നമുക്കൊരു വചനം വായിക്കാം. ഇന്ന് രാത്രിയുടെ ശുശ്രൂഷയ്ക്കായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:18. വായിക്കട്ടെ മാസ്റ്റർ? വായിച്ചു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ കൊരിന്ത്യ സഭയ്ക്ക് ശക്തമേറിയ ഒരു ദൈവിക സന്ദേശം, ഹല്ലേലൂയ, സുവിശേഷത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം ദൈവസഭയ്ക്കുണ്ടാകുവാൻ ദൈവദാസനിലൂടെ അപ്പോസ്തലനിലൂടെ സഭയ്ക്ക് എഴുതുകയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്. ഇതിൽ വിശ്വസിക്കാത്ത ഓരോ വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നത് വെറും ഭോഷത്വമാണ്. കാരണം ഇത്രമാത്രം മണ്ടത്തരമായ മറ്റൊന്നുമില്ല. കാരണം എവിടെയോ ഒരു 2024 വർഷം മുമ്പ് ഒരു മനുഷ്യൻ മരിച്ചത് കൊണ്ട് എന്താ സംഭവിക്കേണ്ട, എന്ത് ഗുണമാണ് നമുക്കുണ്ടാകുന്നത്? പലർക്കും ഇത് ഒരു ഭോഷത്വമായി തോന്നും, മണ്ടത്തരമായി തോന്നും, ഇതൊരു ഭ്രാന്തായിട്ട് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവർക്ക് ഈ ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നമുക്ക് രക്ഷിക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നത്? ഇന്ന് രാത്രി ഈ ക്രൂശിൻ്റെ വചനം നിങ്ങൾക്ക് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി എവിടെയൊക്കെ വ്യാപരിക്കുന്നുണ്ടോ ആ ക്രൂശിൻ്റെ വിടുതലുകൾ ഇന്ന് രാത്രി വ്യാപരിക്കും. ഹല്ലേലൂയ. ആ ശക്തി ഇന്ന് വ്യാപരിക്കുമ്പോൾ ക്രൂശിൽ കർത്താവ് ചെയ്ത ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായിത്തീരും. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്ത്, ഹല്ലേലൂയ, മരണത്തെ തകർത്ത്, ഹല്ലേലൂയ, യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ, കാൽവരി ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച വലിയ സ്വാതന്ത്ര്യമുണ്ട്, വലിയ വിടുതലുണ്ട്. ആ യേശുവിൻ്റെ രക്തം നൽകുന്ന ദൈവത്തിൻ്റെ വിടുതലുകളുണ്ട്. ആ വിടുതലുകൾ ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഉള്ളിൽ ദൈവശക്തിയായി വ്യാപരിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വലിയ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സുവിശേഷം അറിയിക്കുക. ആ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുക. വചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ എങ്ങനെ മാനിക്കാൻ കഴിയും? ദൈവത്തെ മാനിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഒരാൾ ശബ്ദയുയർത്തി വായിച്ച 1 തിമോഥെയോസ് 2:5 വാക്യം. ഹല്ലേലൂയ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അതിന്റെ 4-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 4-ാം വാക്യം 3-4 വാക്യങ്ങൾ മുതൽ വായിച്ചു. ഓക്കെ. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയുന്നത് സകല മനുഷ്യനും ഈ രക്ഷ പ്രാപിക്കണം, സകല മനുഷ്യരും ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും
ഏറ്റവും വലിയ ഹൃദയത്തിലെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് വിശേഷാൽ ഈ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്രകാരമുള്ള പ്രാർത്ഥനയാണല്ലോ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമാകുന്നത്. നമ്മൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവരാണ്. നമുക്ക് വീട്ടിൽ പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദിവസേന പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രാർത്ഥനയാണോ? ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളുണ്ട്, നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ച് പേപ്പർ എഴുതി വെച്ച് നമ്മൾ ലിസ്റ്റുകൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകലും അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ പ്രസാദകരമായ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ ഇന്ന് രാത്രി ഇതുവരെ കയറിയിട്ടില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഇതുവരെ നിങ്ങൾ കയറി വന്നിട്ടില്ല. അങ്ങനെ കയറി വന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം വെട്ടിക്കളഞ്ഞ് ദൈവത്തിൻ്റെ പ്രാർത്ഥനാ വിഷയത്തെ നിങ്ങൾ ഏറ്റെടുക്കും. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ പ്രാർത്ഥനാ വിഷയം? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ഇന്ന് പകൽ നമുക്കൊത്തിരി പ്ലാനുകളുണ്ട്, നമുക്കൊത്തിരി പദ്ധതികളുണ്ട്. നമ്മുടേതായ ഒത്തിരി പദ്ധതികളും പ്ലാനുകളും പ്രകാരം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് പലപ്പോഴും ദൈവത്തെ നമ്മുടെ പ്ലാനിനകത്ത് കൊണ്ടുവരുവാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ പദ്ധതിക്കകത്തേക്ക് ദൈവത്തെ വലിച്ചുകൊണ്ട് വരുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്ലാനിനകത്തേക്ക് ഇന്ന് രാത്രികാലം നമ്മളൊന്ന് തിരിയാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, അസാധാരണ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. മുന്നമേ ഒരുക്കി വെച്ച ദൈവിക നന്മകളിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ചേർന്നൊരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചേർന്നൊരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ദൈവത്തിന്റെ പദ്ധതി എന്താ? ദൈവത്തിന്റെ പദ്ധതി സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാകണമെന്നാണ് കർത്താവിന്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് ഹല്ലേലൂയ കർത്താവ് ഒരുവനെ ഈ രക്ഷയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത്, സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി, ഈ സത്യത്തിന്റെ പരിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ. എന്തുവാ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന മധ്യസ്ഥനല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. ഹല്ലേലൂയ. ലോകം ഇന്ന് പലരിലും മധ്യസ്ഥൻ അണച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുക, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തു എന്താ ഹല്ലേലൂയ നമുക്ക് മധ്യസ്ഥനാകാൻ കാരണമായി തീർന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ മധ്യസ്ഥന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് പല മനുഷ്യരും ജനിച്ചു വീണിട്ടുണ്ടാവാം. പക്ഷെ പല മനുഷ്യരും ജനിച്ചു വീണിട്ടുണ്ടെങ്കിലും അവരുടെ ആരുടെയും രക്തം പാപമില്ലാത്ത രക്തമല്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ ഉള്ളൂ എന്നെയും നിങ്ങളെയും വിടുവിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ പാപമില്ലാത്ത രക്തം ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും ശരീരത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ പാപമില്ലാതെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഉരുവാക്കിയത്. ഹല്ലേലൂയ. താൻ 30 വയസ്സോളം ന്യായപ്രമാണം അനുസരിച്ച് പാപം ചെയ്യാതെ താൻ കാൽവരി ക്രൂശോളം അനുസരണമുള്ള ഒരു പുത്രനായി താൻ ആ ക്രൂശ് ഏറ്റെടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും മറുവിലയായി തീരുവാൻ വേണ്ടിയാ. സഹോദരി, ഇന്ന് രാത്രി നിന്റെ വില എത്രയാണെന്നറിയാമോ? അത് കാൽവരി ക്രൂശിലെ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. നമുക്കറിയാം, ഒരു ഡയമണ്ട് മേടിക്കുവാൻ അഥവാ ഒരു ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഡയമണ്ടുകൾ ഉണ്ടാവാം, രത്നങ്ങൾ ഉണ്ടാവാം, വിവിധതരമായ ഗോൾഡുകൾ ഉണ്ടാവാം. അതിനെല്ലാം ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. ആ പ്രൈസ് ടാഗ് അനുസരിച്ചാണ് അത് മേടിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യേശുവിന്റെ രക്തത്തിനകത്ത് നിങ്ങളൊരു പ്രൈസ് ടാഗ് എഴുതിയിടാൻ നിങ്ങൾ നോക്കിയാൽ അതിനകത്തൊരു പ്രൈസ് ടാഗ് എഴുതാൻ കഴിയത്തില്ല. കാരണം ഈ ഭൂമിയിൽ അതുപോലത്തെ ഒരു രക്തം ഈ ഭൂമിയിൽ കിട്ടാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തം ദാനം ചെയ്യുന്നവർ
പലരും ഉണ്ട്. ഹല്ലേലൂയ, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടിയൊക്കെ രക്തം ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ആർക്കും ഹല്ലേലൂയ O നെഗറ്റീവ് ഉണ്ടാവാം, B പോസിറ്റീവ് ഉണ്ടാവാം, A പോസിറ്റീവ് ഉണ്ടാകാം. പക്ഷെ ആരുടെയും രക്തത്തിനകത്തും പാപം കലരാത്തൊരു രക്തമുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അതിനൊരു മറുപടി പറയാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം പാപം ഇല്ലാത്ത രക്തമായതുകൊണ്ട് അല്ലെ, ഇന്ന് രാത്രി ഈ ക്രൂശിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന സഹോദര സഹോദരി, ഈ വചനം ഇന്ന് രാത്രി നീ വിശ്വസിക്കുമ്പോൾ ഇത് നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷപ്പെടാനുള്ള ദൈവശക്തിയായി വ്യാപരിക്കും. ഹല്ലേലൂയ. അതാണ് ഈ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ക്രൂശിന്റെ വചനത്തിന് ശക്തി എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം പാപമില്ലാത്ത രക്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയാണ്, അവൻ ഹല്ലേലൂയ എല്ലാവർക്കും വേണ്ടി, അല്ലെ, ഈ ലോകത്തിൽ എത്ര മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടോ അത്രയും മനുഷ്യർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെയാണ് ഹല്ലേലൂയ നമ്മുടെ മധ്യസ്ഥൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുക, അവൻ നമുക്ക് പകരമായി മറുവിലയായി. എന്ന് വെച്ചാൽ മറുവില എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. പണ്ടൊക്കെ ഹല്ലേലൂയ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് മേടിക്കുമ്പോൾ അതിന് തുല്യമായ കാര്യം അങ്ങോട്ട് കൊടുത്ത് ഹല്ലേലൂയ കാര്യങ്ങൾ സിസ്റ്റം. എന്താ അതിന് പറയുന്നത്? ബാർട്ടർ സിസ്റ്റം. ആ സിസ്റ്റം പ്രകാരം ആ തുല്യമായ കാര്യങ്ങൾ, ഒരു വസ്തു മേടിച്ചാൽ അതിന് തുല്യമായ ഒരു കാര്യം ഇപ്പുറത്തേക്ക് കൊടുക്കണം. അങ്ങനെ ഹല്ലേലൂയ, അതിന് എത്ര പ്രൈസ് ഉണ്ടോ അതനുസരിച്ചാണ് ഇത് കൊടുക്കുന്നത്. ഇതുപോലെ വചനം പറയുക മറുവില എന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിക്കാൻ, എനിക്കും നിങ്ങൾക്കും സന്തോഷകരമായ ജീവിതം ഉണ്ടാകാൻ, എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാവാൻ, ഉയർച്ച ഉണ്ടാവാൻ, നന്മയുണ്ടാവാൻ മറുവിലയായി എന്താണ് കൊടുക്കാൻ സ്വർഗം തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ സ്വന്തം പുത്രന്റെ രക്തത്തെ കൊടുത്താണ് എനിക്കും നിങ്ങൾക്കും മറുവില കൊടുത്തത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും പാപത്തിന്റെ കുഴിക്കകത്തിന്ന്, അഥവാ ശാപത്തിനകത്തിന്ന്, രോഗത്തിനകത്തിന്ന്, ഹല്ലേലൂയ, എല്ലാ ഈ ലോകത്തിൻ്റെതായ സകല പൈശാചിക പദ്ധതികൾക്കകത്തിന്നും പുറത്തെടുക്കുവാൻ യേശു സ്വന്തം രക്തം കൊടുത്തു. ഇന്ന് രാത്രി ആ രക്തത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ഒരു മാറ്റം സംഭവിക്കും. മന്ത്രവാദം നിമിത്തം തകർന്ന കുടുംബമായിരിക്കാം, ആഭിചാര നിമിത്തം തകർന്ന കുടുംബമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയാ, യേശുവിന്റെ രക്തം നിന്നെ വിടുവിക്കാൻ ശക്തിയുള്ളതാണ്. അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി രക്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബോധ്യം തരികയാണ്. അത് ഇന്ന് രാത്രി ആരൊക്കെയോ അടിമത്തങ്ങളെ ദൈവം പൊട്ടിച്ചു കളയുക, ചില പാരമ്പര്യ ശാപങ്ങളെ ദൈവം പൊട്ടിച്ചു കളയുക, ചില പൗരോഹിത്യ ബന്ധനങ്ങളെ ദൈവം പൊട്ടിച്ചു കളയുക, ചില ചങ്ങലകളെ നീ പോലും അറിയാതെ നിന്നെ ബന്ധിച്ചു കളഞ്ഞ ചില ചങ്ങലകളെ ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തം അതിനെ പൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കുക. രാത്രി ഇതിനകത്ത് ആർക്കെങ്കിലും ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് അല്പനേരം ഒന്ന് അന്യഭാഷയിൽ അതൊന്ന് ഏറ്റെടുത്ത് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. Jesus, അപകടങ്ങളുടെ സ്പിരിറ്റ് രാത്രി ആത്മാവിനെ തകർത്ത് കളയുക. നാമത്തിൽ മരണ ഭയത്തെ ആത്മാവ് പുറത്താക്കുക.
ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ആക്സിഡന്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയത്തോടെ ഇതിനകത്ത് ഇന്ന് രാത്രി ഇരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളയുക. യേശുവിന്റെ നാമത്തിൽ ഉടാല അർത്ഥമനാദരഹസ്യാദരഗമനഗസ്യ ഉടമന വൈഷരഗനഗസ്യ ഉടാല ഹത്തി രഗതി ഹത്തൂരിയ രമന ഹന്തി രഹസ്യ അഴുക്ക് സ്വപ്നങ്ങൾ രാത്രി കാലങ്ങളിൽ സ്വപ്നങ്ങൾ കണ്ട് ഉടാരഗനഗസ്യ ഉറക്കത്തെ ബാധിക്കുന്ന പോലെ സ്വപ്നങ്ങൾക്കകത്ത് ഉടാലഭാഷാരഗനഗസ്യ വലിയ ഭാരം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ യേശുവിന്റെ രക്തത്തിന്റെ വിടിവിച്ചാണ് മറുവില കൊടുത്തതാ. നീ അത് അനുഭവിക്കണ്ട, നീ ആ പൈശാചിക സ്വപ്നം കാണണ്ട, നീ ആ രോഗത്തിനകത്ത് കിടക്കണ്ട, നീ ആ പൈശാചിക ബന്ധനത്തിനകത്ത് തുടരണ്ട. കാരണം നിനക്ക് വേണ്ടി മറുവില കൊടുത്തതാ. ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് ആത്മാവിൽ സ്വീകരിച്ച് ദൂത് ഏറ്റെടുത്ത് ഉടമല അന്തര രഹസ്യം. എനിക്കറിയാം ഇതിനകത്ത് അല്ല പരിശുദ്ധാത്മ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഉടബല രഗനക സന്തര രഹസ്യ ഉടബല ഹതാര രഹസ്യ. ഓ മറുവില കൊടുത്തതാ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിനകത്ത് ഇപ്രകാരം ഒരു വചനമുണ്ട്, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. ഹല്ലേലൂയ. അല്ല ഞാൻ വില കൊടുത്ത് മേടിച്ച ഒന്നാണ് എൻ്റെ ഭവനമെങ്കിൽ, എൻ്റെ വസ്തുവെങ്കിൽ അല്ല അവിടെ കൊണ്ടുവന്ന് അല്ല ദുഷ്ടന് അഥവാ മറ്റൊരു വ്യക്തിക്ക് അവകാശം പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു വന്നാൽ ഹല്ലേലൂയ ദുഷ്ടന്റെ ചെങ്കോൽ അവിടെ ഇരിക്കത്തില്ല. കാരണം ഇത് വില കൊടുത്ത് മേടിച്ചതാ. അല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വില കൊടുത്ത് മുദ്രപത്രത്തിനകത്ത് ഒപ്പിട്ട് പൈസ കൊടുത്ത് മേടിച്ചൊരു സ്ഥലത്ത് അല്ല മറ്റൊരുത്തൻ വന്ന് അവന്റെ വസ്തുവാണെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞു വന്നാൽ ഹല്ലേലൂയ നിങ്ങൾ വെറുതെ ഇരിക്കുവോ? ഹല്ലേലൂയ ഒരിക്കലും ഇല്ല. ഹല്ലേലൂയ അവന്റെ ആ അവകാശങ്ങളെ എടുത്ത് പുറത്തു കളയും. ഹല്ലേലൂയ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെച്ച ജലതിനെ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റാൻ പോവാ. കാൽവറി ക്രൂശിൽ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ചതാ. നിന്റെ വിടുതലിന് വേണ്ടിയുള്ള രക്തം കൊടുത്തതാ. നിന്റെ വിടുതലിന് വേണ്ടിയുള്ള വില കൊടുത്തതാ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ മേൽ വെച്ച ചില നുഖങ്ങൾ ചില അടിമ നുഖങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു കളയുക യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് ചില അടിമ കെട്ടുകളെ പൊട്ടിച്ചു കളയും. ആമേൻ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞു. സകല മനുഷ്യർക്കും വേണ്ടി മറുവിലയായി ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, മുഴുവൻ ലോകത്തെക്കാൾ വിലയുള്ള ഹല്ലേലൂയ ഒന്നാണ് ഒരു മനുഷ്യന്റെ ആത്മാവ്. അത് ഒരുപക്ഷെ നിങ്ങൾ നിരാശയിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ല ജീവിതത്തിൽ ഒന്നും നേടിക്കാണത്തില്ല, സമ്പത്ത് നേടിക്കാണത്തില്ല, ആരോഗ്യം ഉണ്ടാവത്തില്ല, പലതും നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, മുഴു ലോകത്തെക്കാൾ വിലയുള്ള ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ആത്മാവ് അത് മുഴു ലോകത്തെക്കാൾ വിലയുള്ളതാ. ആ ആത്മാവിന് വേണ്ടിയാണ് യേശു സ്വന്തം രക്തത്തെ കാൽവരി ക്രൂശിൽ അവസാന തുള്ളിയോളം ഒഴുക്കി കളഞ്ഞത്. നിനക്ക് മുഴു ലോകത്തെക്കാൾ വിലയുണ്ട്. ഒരു ഇന്ത്യൻ ഗവൺമെന്റ് അച്ചടിക്കുന്ന ഹല്ലേലൂയ ഈ 500 നോട്ടുണ്ട്. ആ 500 നോട്ടിനകത്ത് ഹല്ലേലൂയ ഇന്ത്യൻ റുപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ആ റുപ്പി ഒരുപക്ഷെ ചെളി പറ്റി കടന്നേക്കാം, അത് നിലത്തിട്ട് ചവിട്ടിയേക്കാം, ഒരുപക്ഷെ അതിനെ തുപ്പിയിട്ടുണ്ടാവാം, എന്ത് ചെയ്ത് ചിലപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ടാവാം, വേസ്റ്റ് കൊട്ടയ്ക്ക് അത് കിടന്ന രൂപയായിരിക്കാം. പക്ഷെ അതിനകത്ത് നിന്ന് എടുത്ത് കുടഞ്ഞ് നിങ്ങളൊരു കടയിൽ കൊണ്ടുപോയി വെച്ചാൽ കൊടുത്താൽ 500 രൂപയ്ക്ക് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ മാറി പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു നിനക്കിട്ട വില എന്താണെന്നറിയാമോ? മുഴു ലോകത്തെക്കാൾ വില പഠിച്ചതാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അതെല്ലാ നിരാശകളും പുറത്തു പോട്ടെ, എല്ലാ നെഗറ്റീവ് ചിന്തകളും പുറത്തു പോട്ടെ. ഹല്ലേലൂയ. രഹസ്യ ആത്മഹത്യാ ചിന്തകളെല്ലാം ഇന്ന് രാത്രി പുറത്തു പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഉടവനകസ്യ ആർക്കും എന്നെ വേണ്ടല്ലോ, അത് ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്, അത് മുൻപോട്ട് എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ചിന്തകളെല്ലാം പരിശുദ്ധാത്മാവിനെ എടുത്ത് മാറ്റുക. സഹോദര, ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. മുഴുവൻ ലോകത്തേക്കാൾ വിലയുള്ള നിന്നെ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ചത് വഴിയിൽ ഉപേക്ഷിക്കാനല്ല, നിലത്ത് ചവിട്ടാനല്ല. പലരും ഇതിനകത്തിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ തലമേൽ കയറി ചവിട്ടിക്കൊണ്ടിരിക്കുക, മനുഷ്യനെല്ലാം തലമേൽ കയറി ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പലരും എന്നെ കളിയാക്കുക, പലരും എന്നെ നിന്ദിക്കുക, പലരും എന്നെ പരിഹസിക്കുക. അതേ സഹോദര, അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, അതിൻ്റെ നടുവിൽ തന്നെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക. ഹല്ലേലൂയ. മനുഷ്യൻ ചവിട്ടി നടക്കുന്നതിൻ്റെ നടുവിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ മാനിക്കാൻ പോവുകയാ. യോസേഫ് തൻ്റെ സഹോദരങ്ങൾ അവനെ തള്ളി, ഒട്ടക്കിണറിനകത്ത് തള്ളി, പൊത്തിഫറിന്റെ വീട്ടിൽ നിന്നകത്തിന്ന് അവനെ കാരാഗൃഹത്തിനകത്തേക്ക് തള്ളി. പാനപാത്രവാഹകൻ അവനെ തള്ളിക്കളഞ്ഞ് എല്ലാവരും തള്ളിയവനാ. പക്ഷെ ദൈവത്തിൻ്റെ സ്വപ്നത്തെ ആർക്കും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ദൈവം കൊടുത്ത സ്വപ്നത്തെ, ദൈവം കൊടുത്ത വാല്യൂ അത് ആർക്കും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നിന്റെ ശരീരത്തെ നശിപ്പിച്ച് കാണും, നിന്റെ ശരീരത്തെ നശിപ്പിച്ചിട്ടുണ്ടാവാം, നിന്റെ ജീവിതത്തിലെ പല വർഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയും, നിന്റെ ആത്മാവിനെ ഹല്ലേലൂയ ഒരു ദുഷ്ടനും തൊടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. രാത്രി പിശാചിന്റെ പിടിക്കകത്തിന്ന് ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് വലിച്ചു പുറത്തെടുക്കുക. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. രാത്രി ഒരു പാതാള ശക്തികൾക്ക് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? മറുവിലയായി ഒരുവൻ രക്തം കൊടുത്തു. രക്തത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക. ഇന്ന് യേശുവിൻ്റെ രക്തം നിന്റെ പാപങ്ങൾക്കകത്തിന്ന് നിന്നെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ നിന്നെ നീതിമാനം ആക്കി മാറ്റുന്ന രക്തമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഇത് രാത്രി നിങ്ങൾ വിശ്വസിക്കുക. ചില അടിമത്തങ്ങളെ ദൈവം പൊട്ടിക്കാൻ വേണ്ടി പോകുക, ചില അടിമ നുഖങ്ങളെ പൊട്ടിക്കാൻ വേണ്ടി പോകുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:19. ഒരാള് ശബ്ദത്തിൽ വായിച്ചു. 19:19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 അതില്ലേ പാസ്റ്റർ? അവൻ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാള കൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് ഒരു ചെറുപ്പക്കാരൻ, നല്ല യൗവനത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഹല്ലേലൂയ. അവൻ ആയിരിക്കുന്നത് ഒരു വയലിനകത്ത് ഹല്ലേലൂയ. ആ കാളയെ പൂട്ടുന്ന സ്ഥലത്ത് ഹല്ലേലൂയ കാളയോട് കൂടെ തൻ്റെ തലയും കൂടി വെച്ച് ഹല്ലേലൂയ അവൻ ഉഴുത് നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരുപക്ഷെ അവൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഹല്ലേലൂയ ചെയ്യുന്ന ജോലിയായിരിക്കാം ഇത്. ഹല്ലേലൂയ. ഇത് അവൻ്റെ കഴുത്തിലും വന്ന് അവനും ഇപ്പോൾ കാളയുടെ ഒപ്പമാണ് നടക്കുന്നത്. അവന് മുൻപോട്ട് പോകണമെന്ന് വിചാരിച്ചാലും കാള ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അതിൽ കാള ചിലപ്പോൾ ഇത്തിരി പതുക്കെ പോകുന്ന കാളയായിരിക്കാം, എന്നാൽ അവന് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാം, ചില കൂട്ടിക്കെട്ടിയ ചില ബന്ധനങ്ങൾ അല്ലെങ്കിൽ ചില കൂട്ടിക്കെട്ടിയ ബന്ധനങ്ങൾ രാത്രി അഴിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ വിടുവിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ. നിനക്ക് മുൻപോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ മറ്റു പലരും കാരണം നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്രകാരം ഭാരപ്പെടുന്ന ചിലരോട് ഞാൻ പറയാം, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടുവിക്കും. ഞാൻ പറഞ്ഞത് സ്വീകരിച്ചു. കഴുതയും കുട്ടിയും കെട്ടിയിരിക്കുകയാണ്, മലക്കപ്പുറമാണ് കെട്ടിയേക്കുന്നത്. ആ കെട്ട് ഹല്ലേലൂയ യേശു കണ്ടിട്ട് പറയാണ്, കെട്ടഴിച്ചോണ്ട് വരും. ഇതിനെ ആവശ്യമുള്ളത് കൊണ്ട് കെട്ടഴിപ്പാൻ പറഞ്ഞു. അത് യേശുവിന് ആവശ്യമുള്ളത് കൊണ്ട് ശിഷ്യന്മാർ അവിടെ ചെന്ന് കെട്ടഴിച്ചു.
അല്ലെങ്കിൽ അപ്പോൾ ചോദിച്ചു, ഇതിന് എന്തിനാ അഴിക്കുന്നത്? യേശുവിന് ആവശ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യേശുവിന് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നിന്റെ കെട്ടിൽ നിന്റെ മേലെ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പലരും പറയുന്നുണ്ട് അവ ബന്ധനമാ, കെട്ടാ, തടസ്സമാ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ബന്ധനവും കെട്ടും തടസ്സവും ഒക്കെ എപ്പോഴാണോ നിന്റെ ലൈഫിൽ അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ പദ്ധതിക്കകത്തേക്ക് നീ കയറുന്ന നിമിഷം ബന്ധനമാഴി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഴുതയോട് ചോദിച്ചേ, സാധാരണ കഴുതകളെ കെട്ടിയിട്ടിരിക്കുന്നതെങ്കിൽ അതിനെ കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടിയാണ് കെട്ടിയിട്ടിരിക്കുന്നത്, അതിനെ കൊല്ലാനാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ കഴുതയെ കെട്ടിയിട്ടിരിക്കുമ്പോൾ യേശുവിന് ആവശ്യമുള്ള കഴുത യേശു അതിൻ്റെ മേൽ കയറി അതിനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് നമ്മുടെ ചിന്തയിൽ നോക്കിയാൽ ഈ കഴുത കെട്ടപ്പെട്ട കഴുതയാണ്. പക്ഷെ യേശുവിൻ്റെ ചിന്തയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. യേശുവിന്റെ ചിന്തയിൽ യേശു ചിന്തിക്കുമ്പോൾ ആ കഴുത, അയ്യോ അത് കെട്ടപ്പെട്ട കഴുതയല്ല, അത് എനിക്ക് വേണ്ടി, ഞാൻ കയറാൻ വേണ്ടി അവിടെ ഒരുക്കപ്പെട്ട കഴുതയാണ്. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്ക് കെട്ടാണെന്ന് തോന്നുന്ന പല കെട്ടുകളും ഇന്ന് രാത്രി നിന്റെ അനുഗ്രഹമായി മാറാൻ പോകും. ഈ കഴുതയെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കഴുത അവിടെ കാണും. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോ ആ കഴുത അവിടെ ഉണ്ടാവും. ഒരിക്കലും ആ കഴുത അവിടെ കാണത്തില്ല. ആ കഴുതയുള്ള ഇഷ്ടമുള്ള വഴി അതിന്റെ പദ്ധതി പ്രകാരം അത് എവിടെയാണോ അതിന് ആഹാരം കിട്ടുന്നത് അതനുസരിച്ച് അത് പോയാലും. പക്ഷെ യേശുവിന്റെ പദ്ധതിക്കകത്ത് അത് കയറണമെങ്കിൽ യേശു ആ കെട്ടും ആ തടസ്സവും സഭയിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയും ഉപവാസത്താലും അവരായിരുന്നപ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇവർ കഴിഞ്ഞ നാളുകളിൽ വേല ചെയ്തവരല്ലേ? പൗലോസിനെ നോക്കിക്കേ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു കർത്താവ് തൊട്ട് കഴിഞ്ഞ് താൻ അറേബ്യൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. അതിനുശേഷം പല നാളുകൾ സഭയോട് കൂടെ നിന്ന് സഭയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കാനും പല കാര്യങ്ങളും സഭയുടെ ധനശേഖരണത്തിനൊക്കെ ആയി കടന്നുപോയി. പല കാര്യങ്ങളും സഭയ്ക്ക് വേണ്ടി ചെയ്തു. ഒരുപാട് യാത്രകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത പൗലോസ് അല്ലേ ഇതുവരെ വിളിച്ച വേലയ്ക്ക് വേണ്ടി അല്ലേ ഈ പ്രവർത്തിച്ചത്? ഹല്ലേലൂയ. ഇന്നലകളിൽ പലരും ചോദിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ വിളി എപ്പോഴാണ് വരുന്നത്? എന്നെക്കുറിച്ച് വലിയ പ്രവചനമുണ്ടല്ലോ, എന്നെക്കുറിച്ച് ദൂത് കിടക്കുന്നുണ്ടല്ലോ, ആ ദൂതിലേക്ക് ഞാൻ എപ്പോഴാണ് പോകുന്നത്? ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ എനിക്ക് എപ്പോഴാണ് എൻ്റെ ആ നിയോഗത്തിൽ ഞാൻ കയറുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ നാളുകളിൽ പൗലോസെ, നീ ചെയ്ത സകല ശുശ്രൂഷകളും നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള ദൈവിക ഒരുക്കങ്ങളായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്നെക്കുറിച്ചുള്ള ദൈവിക വ്യക്തമായ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ തിരിക്കാൻ വേണ്ടി പോകുക. ഇത് ഷാർപ്പായിട്ട് പരിശുദ്ധാത്മാ പറയുക. ഇതിനകത്ത് കേൾക്കുന്ന ചില വ്യക്തികളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിന്നെ സെപ്പറേറ്റ് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകാൻ വേണ്ടി പോകുക. നിന്നെ സെപ്പറേറ്റ് ചെയ്ത് നിന്റെ കൂട്ടത്തിനകത്ത് നിന്ന് ഇവിടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഒരുമിച്ച് അന്ത്യോക്യ സഭ ഒരുമിച്ചിരിക്കുമ്പോൾ
കഴിയുമ്പോൾ ബർന്നബാസ് ഉണ്ട്, നീഗർ എന്നുണ്ട്, ശീമോനുണ്ട്, ഒരുപാട് ദൈവദാസന്മാരുണ്ട്. ആ ദൈവദാസന്മാർ ഒരുപാട് പേരുടെ നടുവിൽ നിന്ന് നിന്നെ മാത്രം ഈ ദിവസങ്ങളിൽ ദൈവം സെപ്പറേറ്റ് ചെയ്യും. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ മാത്രം ദൈവം സെപ്പറേറ്റ് ചെയ്യാൻ പോകും. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഇന്ന് രാത്രി ചിലതിന് മേൽ ദൈവാത്മാവ് പകരുക. രാത്രി നിന്റെ മേൽ വീഴുക. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു കൈമാറ്റം ഇന്ന് രാത്രി കൈമാറുക. എല്ലാവരും ഓടുന്നത് പോലെ അല്ല കേട്ടോ, നീ എല്ലാവരും ചലിക്കുന്ന പോലെ അല്ല കേട്ടോ, എല്ലാവരും പോകുന്ന വഴിയല്ല നിന്റെ വഴി. നിന്നെ ദൈവം സെപ്പറേറ്റ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം സെപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് നമുക്ക് ഫിലിപ്പോസിനെ കാണുവാനിടയായി. ഫിലിപ്പോസ് ചിതറിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷവുമായി ശമരിയ പട്ടണത്തിൽ താൻ ശക്തമേറിയ ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനാണ്. അവിടെ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. പലരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി. ആഭിചാരകന്മാർ വന്ന് മന്ത്രവാദ പുസ്തകങ്ങൾ മാറ്റിവെച്ച് അവരും സ്നാനപ്പെടുവാനിടയായി. അപ്രകാരം വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശമരിയ പട്ടണം. ആ ശമരിയ പട്ടണത്തിൽ ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുമ്പോൾ അവർക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ വേണ്ടി യെരൂശലേം സഭയിൽ നിന്ന് പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും എല്ലാം കടന്നു വന്ന് യെരൂശലേം സഭയിൽ അവർ വന്ന് കൈവെക്കുകയും അനേകർ അഭിഷേകം പ്രാപിക്കുകയും അനേകർ സ്നാനപ്പെടുകയും അവരിലൂടെ വലിയ ഒരു ഉണർവും ഒരു ചലനങ്ങളും എല്ലാം ശമരിയയിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ സമയത്ത് വചനം പറയുകയാണ്, 8-ാം അധ്യായം 25-ാം വാക്യം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുകയാണ്, അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ചു പ്രസംഗിച്ച ശേഷം ശമരിയക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. സുവിശേഷം ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും നമ്മൾ അറിയിക്കുന്ന ഒന്നാണ്. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേൽക്ക്, തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോടുള്ള വ്യക്തിപരമായ ദൂത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് സെപ്പറേറ്റ് ചെയ്യാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നവർ വലിയ ഒരു ഉണർവ് നടക്കുക, വലിയൊരു ചലനം നടക്കുക. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, നല്ല വരുമാനമുണ്ട്, സ്വോത്രാഴ്ച ലഭിക്കുന്നുണ്ട്, നല്ല നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ലൈറ്റും സൗണ്ട് സിസ്റ്റവും ഏറ്റവും നൂതനമായ എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റികളും എല്ലാം ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ, നല്ല വരുമാനമുണ്ട്, നല്ല സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫിലിപ്പോസിനോട് പറയുവാണ്, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. നമ്മളാണെങ്കിൽ പോകും. നമ്മൾ പറയും ഇത് പിശാച് പറയുന്ന ശബ്ദമാണ്, ഇത് ഈ പ്രവചനത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഈ ദൈവദാസത്തിന് എന്തോ കുഴപ്പം, ഈ പ്രവാചകൻ എന്തോ തെറ്റുപറ്റിയതാ എന്നേ നമ്മൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഫിലിപ്പോസിനോട് ദൂതം വന്നിട്ട് പറയുക, നീ എഴുന്നേറ്റ് യെരൂശലേമിന് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശം, അവിടെ നിർജ്ജനമായ സ്ഥലമാണ്, മരുഭൂമിയാണ്, അങ്ങോട്ട് പോകണം. ഒരിക്കലും ആരും എടുക്കത്തില്ല അങ്ങനെ ഒരു തീരുമാനം. ഞാൻ പറയാം, ദൈവം നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മരുഭൂമിക്കകത്ത്
ദൈവിക പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. Amen. ഹല്ലേലൂയ. ഞാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ വേഗത്തിൽ 2-3 കാര്യങ്ങൾ പറയാം. ഹാഗാർ മരുഭൂമിയിൽ ഹല്ലേലൂയ കരഞ്ഞ് വേദനിച്ച് ഹല്ലേലൂയ ഭാരപ്പെട്ടപ്പോൾ ആ മരുഭൂമിയിൽ ദൈവം ഒരു ഉറവ തുറന്നു. Amen. ഇന്ന് പകലും ഇന്നും ആ ഉറവ വറ്റിയിട്ടില്ല. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ 40 വർഷം ദൈവം നടത്തി. ഹല്ലേലൂയ. അവർക്ക് രാവിലെ അവരുടെ വീടിന്റെ വാതിൽക്ക് മഞ്ഞ വന്ന് വീഴും. ഹല്ലേലൂയ. അവർക്ക് കാടപ്പക്ഷിയെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അവർ തീക്കൽ പാറക്കകത്ത് നിന്ന് വെള്ളം കൊടുത്തു. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രത്തിന് പഴക്കം വന്നില്ല. കാരണം മരുഭൂമിയിൽ ദൈവം അവരെ ജയോത്സവമായി നടത്തി. ഹല്ലേലൂയ. ഇന്ന് പകലും പലരും ചിന്തിക്കുന്നുണ്ട് ആ ദേശത്ത് പോയാൽ വലിയ പ്രയാസമായി. ഇപ്പോൾ നല്ല സെറ്റപ്പ് ഉണ്ട്, ഇപ്പോൾ നല്ല ശുശ്രൂഷയുണ്ട്, ഇപ്പോൾ നല്ല 4 പേർക്ക് അറിയാം. ഇനി അവിടെ പോയാൽ ആർക്കെന്നെ അറിയാൻ? Hallelujah. ഫിലിപ്പോസ് ചിന്തിക്കുന്നുണ്ടാവും. അത് ഇവിടെയാണെങ്കിൽ എനിക്ക് നല്ല ആൾക്കാരൊക്കെ എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഫിലിപ്പോസ് സുവിശേഷക എന്നൊക്കെ വിളിച്ച്, പാസ്റ്റർ എന്നൊക്കെ വിളിച്ച് ഒത്തിരി പേര് വന്ന് എനിക്ക് കൈയൊക്കെ തന്ന് വലിയ ഓഫറിംഗ് ഒക്കെ തന്ന് നല്ല രീതിയിൽ എന്നെ മാനിക്കുന്നുണ്ട്. ഈ മരുഭൂമിയിലേക്ക് പോയ എന്നെ ആർക്കറിയാൻ? Hallelujah. അതായത് എനിക്ക് എന്നെ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ഈ മരുഭൂമിയിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയാം, വചനം പറയാം, മരുഭൂമിയിലേക്ക് അവൻ നിന്നെ വശീകരിച്ച് കൊണ്ടുപോയി Amen. കൃത്യമായി സംസാരിക്കും. Hallelujah. ജീവിതത്തിന്റെ മരുഭൂമികളും ഒറ്റപ്പെടലുമാണ് ദൈവശബ്ദം കേൾക്കുന്ന സമയം. Hallelujah. യാക്കോബിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും നിരാശയും മരുഭൂമി സമാനമായ ആ കാട്ടിന്റെ അകത്ത് കടക്കുമ്പോൾ കല്ല് തലയണയായി വെച്ച് കടക്കുന്നതിന്റെ നടുവിലാണ് സ്വർഗം തുറന്നവനോട് വലിയ വാഗ്ദത്തങ്ങൾ ഏൽപ്പിച്ചു. Hallelujah. രാത്രി ഞാൻ പറയാം, ആരും പോകാത്ത വഴിയിലേക്ക് നീ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക, ആർക്കും ലഭിക്കാത്ത ചില അരുളപ്പാടുകളും ദൈവിക പ്രവചനങ്ങളും ദൈവത്തിന്റെ ചില ഹല്ലേലൂയ ദൈവം വിശ്വസ്തനാന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങളും നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. Amen. Praise God. ഹല്ലേലൂയ. വിശ്വാസത്താൽ സ്റ്റെപ്പ് ചെയ്യാൻ രാത്രി നീ തയ്യാറാണെങ്കിൽ അതിന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, മരുഭൂമി ഹല്ലേലൂയ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നീരുറവകളെ ദൈവം തുറക്കും. Hallelujah. ഹല്ലേലൂയ. ഞാൻ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ഒട്ടുമിക്ക ആരും ദൈവദാസന്മാരും വലിയ ശുശ്രൂഷയൊന്നും ക്ലച്ച് പിടിക്കാത്തൊരു സ്ഥലമാണ്. പല സീനിയർ ദൈവദാസന്മാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒത്തിരി സുവിശേഷം അറിയിച്ച് മടുത്തു പോയ സ്ഥലമാണ്, ഡ്രൈ ലാൻഡാ, അവിടെയൊക്കെ സുവിശേഷം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ പലരും മടുത്ത സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് കൃപയാൽ ദൈവം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പലരും ഒരുപക്ഷെ നിന്നെ മടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേട്ട് കാണും. എന്നാൽ ഞാൻ പറയാം, മരുഭൂമിയിൽ ദൈവം നിന്നെ ജയോത്സവമായി നടത്തും. ഇന്ന് അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ വലിയ കരുതലുകൾ കണ്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്താൽ അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് അവൻ ചെന്നത് പ്രതീക്ഷിക്കാൻ ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ മുമ്പിലേക്ക് വരുന്നത് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനുമായ സകല ഭണ്ഡാരത്തിന്റെയും വിചാരകനായ ഹല്ലേലൂയ ഒരു എത്യോപ്യനെയാണ് അവന്റെ മുമ്പിലേക്ക് വന്നത്. എക്സാക്ട് ടൈം എപ്പോഴാണോ ഫിലിപ്പോസ് ഇറങ്ങി തിരിച്ചത് അതേ സെയിം ടൈമിൽ തന്നെ ഹല്ലേലൂയ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനുമായ സകല ഭണ്ഡാരത്തിന്റെ വിചാരകനായ എത്യോപ്യൻ അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരു ദൂത് പറയാം, നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ചില സർപ്രൈസ് ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള വിസിറ്റേഷൻസ് നിന്റെ മുമ്പിൽ ഉണ്ടാവും. ഹല്ലേലൂയ. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു മരുഭൂമിയിൽ എന്ത് കാണാനാ, ഒരു മനുഷ്യനെ കണ്ടു കിട്ടാൻ പറ്റുമോ? പക്ഷെ എന്നാൽ ഇവന് മുമ്പിൽ വന്നത് സാധാരണ ഒരു വ്യക്തിയല്ല, മഹാനായ ഒരു വ്യക്തിയാണ്. പറയാം, സകല ഭണ്ഡാരത്തിന്റെ വിചാരകനായ വ്യക്തിയാണ്. സകല ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഭണ്ഡാരമുണ്ടോ, എവിടെയൊക്കെ ഈ എത്യോപ്യ രാജ്ഞിക്ക് എവിടെയൊക്കെ ഹല്ലേലൂയ ട്രഷർ ഉണ്ടോ, ഭണ്ഡാരങ്ങളുണ്ടോ, ഏതൊക്കെ രാജ്യത്തുണ്ടോ, ഇതിന്റെ എല്ലാം താക്കോൽ ഇവന്റെ കയ്യിലാണ്.
ഇന്ന് ഞാൻ പറയാം, നീയുമായിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന വ്യക്തി സാധാരണ ആളായിരിക്കത്തില്ല. മരുഭൂമിയിലൂടെ നീ പോകുമ്പോൾ നീയുമായിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കയ്യിൽ പല രാജ്യങ്ങളെ തൊടുന്ന അഭിഷേക സാന്നിധ്യം ഉണ്ടാവും. പല രാജ്യങ്ങളെ തുറക്കാനുള്ള താക്കോലുള്ളവനുമായി ഈ ദിവസങ്ങൾ നീയുമായി ദൈവാത്മാവ് കണക്ട് ചെയ്യാൻ പോകും. മരുഭൂമിയാ, പക്ഷെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായ ആകുന്നവനാണ് അത്ഭുതകരമായ വഴികൾ കാണാൻ കഴിയും. ഇവിടെ അവൻ നമസ്കരിച്ച് യെരൂശലേമിൽ വന്ന് നമസ്കരിച്ച് മടങ്ങിപ്പോകുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയാം, നീ തേരിനോട് ചേർന്ന് നടക്കാം. ഹല്ലേലൂയ, തേരിനോട് ചേർന്ന് നടക്കാം. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക് KJV വെർഷനകത്ത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, യു ഓവർകം ദി ചാരറ്റ്. ഹല്ലേലൂയ, ഓവർടേക്ക് ദ ചാരറ്റ് എന്ന് എഴുതിയത്. ഹല്ലേലൂയ, നീ ആ ഷണ്ണന്റെ തേരിനെ നീ ഓവർടേക്ക് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഫിലിപ്പോസെ, നീ മരുഭൂമിയിലൂടെ നടന്ന് ക്ഷീണിച്ചല്ലേ പോകുന്നത്? എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന്റെ തേർന്ന് പറഞ്ഞ നല്ല സ്പീഡില്ലേ? ആ സ്പീഡിനെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പക്ഷെ പരിശുദ്ധാത്മ പറയുക, ഹല്ലേലൂയ, രഥങ്ങൾക്ക് മുമ്പായി ദൈവത്തിനെ അയക്കും. ആത്മാവിന്റെ ശക്തിയാൽ രഥങ്ങൾക്ക് മുമ്പായി നീ നടക്കാൻ വേണ്ടി പോകുക. രാജാക്കന്മാരുടെ രഥങ്ങൾക്ക് മുമ്പായി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്താൻ വേണ്ടി പോകുക. ഏലിയാവ് ഇപ്രകാരം ആഹാബിനോട് പറഞ്ഞു, നീ രഥം പൂട്ടിക്കോ, ഹല്ലേലൂയ, ഇസ്രായേൽ എത്തും വരെ. ഹല്ലേലൂയ, വചനം പറയുക, ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടിയെന്ന്. ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് നോക്കി ദൂത് പറയാം, നീ ചിലതിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പോവാ. നീ രാജാക്കന്മാരെ ഓവർടേക്ക് ചെയ്യാൻ പോവാ. ഇത് വിശ്വസിച്ചോ, രാജാക്കന്മാർക്ക് കഴിയാത്ത കാര്യങ്ങൾ, ഹല്ലേലൂയ, പണമുണ്ടായിട്ട്, കഴിവുണ്ടായിട്ട്, സ്വാധീനമുണ്ടായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആത്മാവുള്ള നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാം. രാത്രി ആത്മാവിൽ ഞാനത് സ്വീകരിക്കുക. രാത്രി ആരൊക്കെ അത് കഴിവുള്ളവനെ കൊണ്ട് കഴിയാത്തത്, പ്രാപ്തിയുള്ളവനെ കൊണ്ട് കഴിയാത്തത്, ഇന്ന് പകൽ ആത്മാവുള്ള നിന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കാൻ വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, അവനോട് പറഞ്ഞത് നീ ചേർന്ന് നടക്കാന്ന്. പക്ഷെ വചനത്തിനകത്ത് എഴുതിയിരിക്കുക, അവൻ ഓടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ചേർന്ന് നടക്കാനാ പറഞ്ഞത്. പക്ഷെ ഫിലിപ്പോസ് ഹല്ലേലൂയ നടക്കാനല്ല, ഇപ്പോൾ ഓടാനാ തീരുമാനിച്ചു. ഓടാൻ തുടങ്ങിയിരിക്കും. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ലാക്കിലേക്ക്, നിന്നെ വിളിച്ച വിളിയിലേക്ക് രാത്രി നീ ഓടാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ മേൽ ബലം പകരുക, പരിശുദ്ധാത്മാവിന്റെ മേൽ അഭിഷേകം പകരുക. രഹസ്യ, നിനക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള യാത്രയുണ്ട്. നിനക്ക് സെപ്പറേറ്റ് ആയിട്ട് നീ ചില രാജ്യങ്ങളിൽ പോകാനുള്ളതാ. നീ സെപ്പറേറ്റ് ആയിട്ട് ചില രാജ്യങ്ങളിൽ സന്ദർശിക്കേണ്ടതാ. നീ ചില വ്യക്തികളെ, ചില രാജ്യക്കാരുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നീ കൈ കൊടുക്കേണ്ടത് ആയിട്ടുണ്ട്. ഒരു എത്യോപ്യക്കാരനെ കൈ കൊടുക്കുവാൻ അല്ലെങ്കിൽ നിന്നെ ദൈവം സെപ്പറേറ്റ് ചെയ്ത്, ഇന്ന് രാത്രി ഞാൻ കൂടി പറയാം, ചില രാജ്യക്കാരുമായിട്ട് അല്ലെങ്കിൽ കൈ കൊടുക്കുവാൻ ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാ. ഈ ദൂത് ഇന്ന് രാത്രി വെറുതെ വന്നതല്ല. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. റമനഹസ്യ, നിന്റെ യാത്രകൾ വ്യത്യസ്തമായിരിക്കും. നിന്നെ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. അത് നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, റിമാന ഹന്തര രഹസ്യ ഉടല രഹസ്യ. ചില പ്രമാണിമാരും വലിയ മഹാൻ എന്ന് പറയുന്ന പോലത്തുള്ള വലിയ ഹല്ലേലൂയ നിലവാരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഹല്ലേലൂയ കൈ കൊടുക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ
ഹാലലിയ വ്യത്യസ്തമായ രീതി സെപ്പറേറ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. Thank ഹല്ലേലൂയ. you, അവൻ Jesus. അവൻ അടുത്ത് നിന്ന് ഫിലിപ്പോസ് ചോദിക്കുവാണ്, നിങ്ങൾ ഈ സുവിശേഷം വായിച്ചിട്ട്, ഈ പുസ്തകം വായിച്ചിട്ട് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വല്ലതും മനസ്സിലാകും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് വായിക്കുന്നത്, വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അല്ലെ ഉടനെ ഹല്ലേലൂയ ഷണ്ണം പറയുകയാണ്, ഹല്ലേലൂയ ഇത് എനിക്ക് ഹല്ലേലൂയ ഒരു ആള് പൊരുള് തിരിച്ചു തരാതെ ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കും? ഉടനെ അവൻ വായിച്ച വചനഭാഗങ്ങൾ എടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച്, ക്രൂശുമരണത്തെക്കുറിച്ച് എഴുതിയ ഭാഗങ്ങളാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. ആ വാക്യങ്ങൾ കണ്ടപ്പോൾ ആ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫിലിപ്പോസ് അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഈ സമയം നിങ്ങളെ നോക്കി പറയാം, സുവിശേഷം അറിയിക്കേണ്ട സമയമാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് സുവിശേഷം അറിയിച്ചാൽ, ഞാൻ പറയാം, സുവിശേഷം അറിയിച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഞാൻ കുടുംബത്തിനകത്ത് ഒറ്റയ്ക്ക് ഒരു വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്. ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ. എന്നാൽ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ സുവിശേഷം ഹല്ലേലൂയ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ദിവസവും ആത്മാവ് കൈമാറിക്കൊണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ പകർന്നുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് സുവിശേഷം പറയാനുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഇന്നും പകലും സുവിശേഷം പറയാൻ വേണ്ടി കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കും. ഓരോ ദിവസവും പബ്ലിക്കായിട്ടുള്ള മീറ്റിങ്ങുകൾ സുവിശേഷം പറയുക, അപ്രകാരമുള്ള കാര്യങ്ങളിലൊക്കെയായി ഇന്ന് രാത്രി ഞാൻ പറയാം, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായി പറയാം, നിങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റിയിരിക്കും. ഹല്ലേലൂയ. 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 ദൈവം ആഗ്രഹിക്കുന്നത് മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരാത്മാവാണ് എൻ്റെ യേശുവിന് വിലപ്പെട്ടത്. അതുകൊണ്ട് 100 ആടുകളെ വിട്ടിട്ട് 99 വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു. നമുക്ക് ഇതിനകത്ത് ഞാൻ പറയാം, 99 എണ്ണത്തിന് അതിന് കൂടെ 98 പേരുണ്ട്. പക്ഷെ ഒരെണ്ണത്തിന് ആരും കൂടെ ഇല്ല. അവൻ ഏകന, അവൻ അനാഥന, അവൻ ഒറ്റയ്ക്ക, അവൻ ഭാരപ്പെടുകയില്ല. പക്ഷെ ഇന്ന് രാത്രി നിനക്ക് ചെല്ലാൻ കഴിയും. നിനക്ക് ചെല്ലാൻ കഴിയും. നിന്നെ ആ ദൈവം ഉപയോഗിക്കാൻ പോകും. നിന്നെ വിശേഷം അറിയിക്കാൻ പോകുന്നത്. നമ്മൾ പറയും ഒരാളോടൊക്കെ ഇങ്ങനെ വിശേഷം പറയാം. പക്ഷെ ഒരാളോട് നീ പറഞ്ഞു തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ രാത്രികളിൽ ഞാൻ എഴുന്നേറ്റ് രാത്രികളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കഴിയുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങൾ കാണിച്ചു തരും. ഇന്ന വ്യക്തികളോട് സുവിശേഷം പറയുന്ന സ്വപ്നം ഞാൻ കാണും. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ വ്യക്തികളെ ദൈവാത്മാവിനെ കാണിച്ചു തരും. ഞാൻ അവരോട് ദൈവത്തിൻ്റെ വചനങ്ങൾ സുവിശേഷം പറയാനിടയായി തീരും. നമ്മുടെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോട് സുവിശേഷം പറയിപ്പിക്കുമായിരുന്നു എന്നെക്കൊണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ അകത്ത് വലിയ ദാഹമാണ്. എവിടെ ചെന്നാലും ജോലിക്ക് പോയാലും അവിടെ ചെന്നാലും സുവിശേഷം പറയുക, എവിടെ ചെന്നാലും സുവിശേഷം പറയുക. സുവിശേഷം പറയാതിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ പരിശുദ്ധാത്മാവിനെ തള്ളിക്കൊണ്ടിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരാളോടായിരിക്കും പറയുന്നത്. പക്ഷെ ഒരാളോട് പറഞ്ഞു തുടങ്ങി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആയിരങ്ങളോട് സുവിശേഷം പറയാൻ, ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു വ്യക്തിക്ക് വേണ്ടി നിനക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പറ്റുമോ? നിന്റെ സ്ഥിതി ദൈവം മാറ്റും. ഇന്ന് പകലും ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ പോയി കണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ദൂരത്തിൽ പോയി വണ്ടി ഓടിച്ച് പോയി അവിടെ പോയി ഒരു വ്യക്തിക്ക് വേണ്ടി പോയതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ പറയാം, അപ്രകാരം നമ്മൾ സുവിശേഷം അറിയിച്ചാൽ ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റും. നിങ്ങൾക്കറിയാമോ? ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷണ്ണൻ ചോദിക്കും, ഇതാ വെള്ളമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മരുഭൂമിയിലൂടെയല്ലേ പോയത്? പക്ഷെ ഇപ്പോൾ എവിടെയാ വെള്ളം വന്നത്? ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കാൻ നീ തുടങ്ങ്. നിന്റെ മരുഭൂമി വെള്ളമുള്ള സ്ഥലമായി മാറും. ഹല്ലേലൂയ. നിന്റെ മരുഭൂമി വെള്ളമുള്ള സ്ഥലമായി. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഡ്രൈ ലാൻഡ്, ഡ്രൈ ആയിട്ടുള്ള പാസ്റ്ററെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ പേഴ്സിനകത്ത്, എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ അക്കൗണ്ടിനകത്ത് ഒന്നുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സുവിശേഷം അറിയിക്കാൻ തയ്യാറായിക്കോ. നിന്റെ മരുഭൂമിക്കകത്ത് ദൈവം നീരുറവകളെ തുറക്കും. ആ തേരിനോട് ചേർന്ന് നടന്ന ഫിലിപ്പോസിനോട് ഷണ്ണം പറയുക, തേരിലേക്കൊന്ന് കയറി ഇരിക്കാവൂ.
ഹല്ലേലൂയ. ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങളെ നീ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, വെയിലും കൊണ്ട് മരുഭൂമിയിലൂടെ നടന്നു പോയവൻ ഇപ്പോൾ തേരിലെ കയറിയത്. Hallelujah. ഹല്ലേലൂയ. എന്തൂത് പറയാം. നീ ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കാത്ത ഒരു അപ്ഗ്രഡേഷൻ, നീ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊമോഷൻ നിന്റെ ലൈഫിൽ ഉണ്ടാവും. Amen. I receive it, Daddy. സുവിശേഷം പറയുന്ന നിന്റെ ലൈഫിനെ നോക്കി ഞാൻ വിളിച്ചു പറയാം, നീ പ്രതീക്ഷിക്കാത്തൊരു പ്രൊമോഷൻ, നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു ലിഫ്റ്റ്, പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ ഇരുത്താൻ പോവാ. Amen. I receive it, Daddy. Hallelujah. ഇന്ന് രാത്രി വാഹനം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രാർത്ഥിച്ചോ. വിദേശ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നമ്മുടെ നീ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ ഹല്ലേലൂയ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ, ലിഫ്റ്റ് ചെയ്യാൻ പോവാ, പ്രൊമോട്ട് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുവരെ ഫിലിപ്പോസിന്റെ ആത്മാവിനെ അനുസരിച്ചാണ് ഫിലിപ്പോസ് പോകുന്നത്. പക്ഷെ ഇപ്പോ ഈ നിമിഷം മുതൽ ഫിലിപ്പോസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് തേര. ഹല്ലേലൂയ. ഇപ്പൊ തേര കൊണ്ടുപോകുന്നത്, അത് തേര ഇനി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവെന്ന തേരിനകത്ത് ദൈവം നിന്നെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാ. ഉറങ്ങുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ഇന്ന സ്ഥലത്തേക്ക് പോകും, ഇന്നയാളോട് സുവിശേഷം പറ, ഇന്നയിടത്ത് പോകും, ഇന്ന കാര്യം ചെയ്യും, ഇന്ന രീതിയിൽ നടക്കുക എന്ന് പരിശുദ്ധാത്മാവെന്ന ആലിയ ചാരറ്റിന്റെ അടുത്ത്, രഥത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ മൂവ് ചെയ്യിപ്പിക്കാൻ പോകും. ചിലരുടെ യാത്രകൾ വ്യത്യസ്തമാകാൻ പോകും. നീ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്ത നിലവാരത്തിൽ ചില യാത്രകൾ നിനക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കാൻ പോവാ. ഞാൻ വിശ്വസിക്കുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന്റെ ആ തേര് അതൊരു സാധാരണ തേരായിരിക്കത്തില്ല, അതൊരു ഗോൾഡൻ തേരായിരിക്കും, അതൊരു സ്വർണ്ണ തേരായിരിക്കും. ഹല്ലേലൂയ. അതൊരു പ്രത്യേകമായ തേരായിരിക്കും. അല്ല, ഇന്ന് രാത്രി ഞാൻ പറയാം, അല്ല, നീ പ്രതീക്ഷിക്കാത്ത ഒരു അപ്ഗ്രഡേഷൻ ഹല്ലേലൂയ നിന്റെ ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടാവും. നീ ആയിരിക്കും മേഖലകൾക്കകത്ത് ഹല്ലേലൂയ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാവും. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഷണ്ണം പറഞ്ഞു, ഇവിടെ വെള്ളമുണ്ട്, നമുക്ക് സ്നാനപ്പെടാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, സ്നാനപ്പെടാൻ ഒരു തടസ്സവും ഇല്ലെന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനെ ഹല്ലേലൂയ വെള്ളത്തിൽ ഇറങ്ങി, രണ്ടുപേരും ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ ഫിലിപ്പോസിന്റെ നിയന്ത്രണം, ഫിലിപ്പോസിനെ പിന്നെ കാണുന്നത് ഹല്ലേലൂയ. ഷണ്ണം തിരിഞ്ഞു നോക്കുമ്പോൾ ഫിലിപ്പോസിനെ കാണുന്നില്ല. ഫിലിപ്പോസ് പിന്നെ നിൽക്കുന്നത് അസ്തോദിലാണ്. ഹല്ലേലൂയ. ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനെ പിന്നെ ആത്മാവ് അവനെ നിയന്ത്രിക്കുന്നത്. അവൻ എവിടെ നിൽക്കണം, ഏത് വേദിയിൽ നിൽക്കണം, ഏത് സ്ഥലത്ത് നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മരുഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചവനാ ഇപ്പൊ പോയി നിൽക്കുന്നത് അസ്തോദ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിനകം. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ വേണ്ടി ഇറങ്ങിയതാ, ഇന്നൊരു പട്ടണത്തിന്റെ നടുവിൽ ദൈവം കൊണ്ടുപോയി നിർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം, ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിലെത്തി. കണ്ടോ, അവൻ പിന്നെ പട്ടണം തോറും സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ ഇറങ്ങിയതാ. ഞാൻ ഒരു ദൂത് പറയാം, നിന്നെ ദൈവം പട്ടണങ്ങളിലേക്ക് അയക്കാൻ പോകും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഏത് പട്ടണത്തിലാണെന്ന് എനിക്കറിയത്തില്ല. തിരുവനന്തപുരം ആയിരിക്കാം, കൊല്ലമായിരിക്കാം, കോട്ടയം ആയിരിക്കാം, ഏത് പട്ടണമാണോ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പട്ടണം തോറും ദൈവം നിന്നെ അയക്കാൻ പോവാം. ആമേൻ. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും ഒരു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ചില ബൗണ്ടറികൾ ആത്മാവ് പൊളിച്ചു കളയാം. പരിധിയിട്ട് വെച്ചിരിക്കുന്ന ചില ബൗണ്ടറികളെ, ഒരു പരിധിയിട്ട് അതിനപ്പുറം വേണ്ട എന്ന് പറഞ്ഞ ചില പരിധികളെ ദൈവാത്മാവ് പൊളിച്ചു കളയാം. പട്ടണം തോറും സഞ്ചരിച്ചു സുവിശേഷം അറിയിച്ചു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ മിനിസ്ട്രിക്കകത്തൊരു വിശാലത ദൈവം തരിക. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം,
നിന്റെ സാമ്പത്തിക മണ്ഡലത്തിനകത്ത് ഒരു വിശാലത ഉണ്ടാവും. Amen. Thank you, Jesus. Thank you, Holy Spirit. രാത്രി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഒരാളോട് സുവിശേഷം പറയാൻ ഇറങ്ങി തിരിച്ചതാ. പക്ഷെ ഒരു പട്ടണത്തിന് നടുവിൽ പട്ടണങ്ങളിൽ പോയി സുവിശേഷം പറയാൻ ദൈവം അവൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, പട്ടണം തോറും നീ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കാൻ പോവാ. ഞാൻ വിശ്വസിക്കുന്ന ഇതിനകത്തിരിക്കുന്ന ആ വ്യക്തികൾ, കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ോട് വ്യക്തിപരമായി ആലോചന അറിയിക്കും. ഒരു സർക്കിളിനകത്ത് കടന്ന്, ഒരു പഞ്ചായത്തിനകത്ത്, ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് കടന്ന് ആ ഒരു കൂട്ടത്തിന്റെ നടുവിൽ മാത്രം നിൽക്കാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. മറിച്ച് പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് നിന്റെ പോസ്റ്ററുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ പോസ്റ്ററുകൾ വേഗത്തിൽ അതെല്ലാം ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. പോസ്റ്ററുകൾക്കകത്ത് നിന്റെ ഫോട്ടോ വന്ന് ഉടാന അന്തര രഹസ്യ ചില മീറ്റിങ്ങുകൾ, ചില ക്രൂസൈഡുകൾ, അപ്രകാരം ചില മീറ്റിങ്ങുകൾ നിനക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ്. ചില പട്ടണങ്ങളുടെ റിവൈവലിന് വേണ്ടി, ചില പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി അന്തര രഹസ്യ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ഒരു ഉണർവ് കൊണ്ടുവന്നെങ്കിൽ, അല്ല ഫിലിപ്പോസെ നീ ഒരു ശമരിയയിൽ ഒതുങ്ങത്തില്ല. ഉടാല മനുഷ്യ രഹന ഹസാദ രഹസ്യ, ആ പട്ടണത്തിൽ നീ ഒതുങ്ങത്തില്ല. ഉടരഹസ്യ ദൂരരഹസ്യ, ആ മരുഭൂമിയിൽ നീ ഒതുങ്ങത്തില്ല. ഉടാര രഹന ഹന്തി രഹക്ഷ രഹസ്യ, അസ്തോദിൽ നീ ഒതുങ്ങത്തില്ല. നീ പട്ടണം തോറും നീ സഞ്ചരിക്കും. എത്യോപ്യൻ രാജ്ഞിയുടെ രഥത്തിനകത്ത് നീ ഒതുങ്ങത്തില്ല. സമ്പന്നന്മാരുടെ നടുവിൽ നീ ഒതുങ്ങത്തില്ല. നീ ഏത് കൂട്ടത്തിന്റെ നടുവിൽ നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാ പറയുകയാണ്, നിന്റെ മേലുള്ള നിയോഗം വലുതാണ്. അതുകൊണ്ട് ഉടാലമന അന്തര രഹസ്യ ചില സ്ഥലത്തിൽ നിന്നൊന്നും വിട്ടുപോരാൻ കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. പരിശുദ്ധാത്മാ പറയുക, ചില ബന്ധങ്ങൾക്കകത്ത് നിന്ന് വിട്ടുപോരാൻ കഴിയുന്നില്ല. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനാണ്, നല്ല പൈസ ഉള്ളവനാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള. അവൻ്റെ കൂടെ നിന്നാൽ അതിന് ഒരുപക്ഷെ നല്ല നിലവാരത്തിലുള്ള ജീവിത സൗകര്യങ്ങളും എല്ലാം ലഭിക്കാം. പക്ഷേ ഫിലിപ്പോസെ, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം അതല്ല. നീ അവിടെ നിന്ന് ആ നിയോഗത്തിൽ നിൽക്കാനല്ല ദൈവം നിന്നെ കണ്ടേക്കുന്നത്. നീ പട്ടണങ്ങൾ തോറും സഞ്ചരിക്കേണ്ടവനാ. അവൻ ആ പൈസ നോക്കി നിന്നില്ല കേട്ടോ, അവൻ ആ സമ്പത്ത് നോക്കി നിന്നില്ല കേട്ടോ. അടുത്ത നിമിഷം അവൻ അടുത്ത പട്ടണത്തിൽ കാലുകുത്തി. യേശുവിൻ്റെ നാമത്തിൽ ഫ്ലൈറ്റുകൾ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പട്ടണങ്ങൾ, എയർപോർട്ടുകൾ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഉടാമന ഹതര രംഷ രഹസ്യ. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് ഉടാമന ഹന്തര, ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് രാത്രി ചില ഫ്ലൈറ്റുകൾ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, ചില വിസകൾ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, ചില പാസ്പോർട്ടുകൾ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഫ്ലൈറ്റ് മാറി സഞ്ചരിക്കുന്ന ചില യാത്രകൾ നിനക്ക് വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട്. ശമരിയ പട്ടണത്തിലെ സഭായോഗത്തിന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഫിലിപ്പോസ് ഉപദേശിയെ കണ്ടില്ല കേട്ടോ. അവിടെ ഇനി പിന്നെ കിട്ടിയില്ല. കാരണം അവൻ പട്ടണം തോറും സഞ്ചരിക്കില്ല. യോഗം മാറുക കേട്ടോ. നിന്നെ ഇനി ചെറിയ ക്രൂസൈഡിനകത്ത് കിട്ടത്തില്ല, നിന്നെ ചെറിയ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് കിട്ടത്തില്ല, ചെറിയ മീറ്റിങ്ങുകൾക്കകത്ത് നിന്നെ കാണാൻ കഴിയത്തില്ല. കാരണം നിന്റെ നിയോഗം മാറുക. ഉടാലബ ഹന്തല രഹനഹസ്യ ഉടാബനഹസ്യ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഉടാല രാധല മനാതല രഹസ്യ ഉടാലമനഹസ്യ യാത്രകളുടെ ആരംഭം പരിശുദ്ധാത്മാവ് തുറക്കുക. യാത്രകളുടെ ആരംഭം പരിശുദ്ധാത്മാവ് 2025 നോക്കി പ്രവചിക്കുക. നിന്റെ ലൈഫിനകത്ത് യാത്രകളുടെ വർഷമായിരിക്കും. 2026 വർഷങ്ങൾ. 26-ൽ പരിശുദ്ധാത്മാവ് ഉടനക സന്തര രഹസ്യ 25-ൽ വലിയ യാത്രകളുടെ വർഷമാക്കി മാറ്റി 26-ൽ നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ചില സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരുമെന്ന് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രിയ ഹാലലുയ ദൈവദാസിയോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. 26-ൽ ചില സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരും. ഇന്ന് രാത്രി ഇതിനകത്ത് ആരാണോ സ്വീകരിക്കുന്നത് അവരുടെ മേൽ
യേശുവിന്റെ നാമത്തിൽ റീഖാന അന്തര രഹസ്യ. ഇതിനകത്ത് ദൈവദാസന്മാരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചില യാത്രകളുടെ ഒരു സീസൺ തുറക്കുക. യാത്രകളുടെ സീസൺ. ഒരു ഷട്ടർ തുറന്നു വിടുന്നത് പോലെ, ഒരു ഷട്ടർ തുറന്നു വിടുന്നത് പോലെ ഇന്ന് രാത്രി ഈ കെട്ടി നിർത്തിയിരുന്ന ആ വെള്ളത്തെ ഒരു ഷട്ടർ തുറന്നു വിടുന്നത് പോലെ പരിശുദ്ധാത്മാവ് അത് തുറന്ന് ഒരു വലിയ ഒഴുക്കിലേക്ക് ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു വെള്ളം ഒഴുകുന്നത് പോലെ മൂവാകാൻ പോവാ. പരിശുദ്ധാത്മാവോ റെക്കിയാൻ തല ആത്മാവിനെ കൊണ്ടുപോകും. ആത്മാവിനെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകും. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന ഈ ആത്മനദി നിന്നെ കൊണ്ടുപോകും. Holy Spirit, Holy Spirit, Holy Spirit. Holy Spirit, Holy Spirit, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Amen. സ്വർഗ്ഗസ്ഥപിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു നീ കേൾപ്പിച്ച വചനങ്ങൾ കർത്താവേ ഈ മക്കളുടെ ലൈഫിനകത്ത് കർത്താവേ ഞാനത് സ്വീകരിക്കുന്നു. കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ സംസാരിച്ചത് 2025 കർത്താവേ ഇനി ചില ദിവസങ്ങൾ മുമ്പിൽ മാത്രമേ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യാത്രകളുടെ കർത്താവേ ആരംഭം ആത്മാവ് തുറന്നിരിക്കുന്നതിനായി എല്ലാ തടസ്സങ്ങളെ ആത്മാവ് മാറ്റുന്നതിനായി യേശുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമരവാതിലുകളെ പറയുന്നു പറഞ്ഞ കർത്താവേ യാത്രകൾ തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവേ വിസകൾ പാസ്പോർട്ടുകൾ സീലടിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ തലവണയ്ക്ക് ദൈവദാസന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിനകത്ത് വലിയ ചേഞ്ചുകൾ ഉണ്ടാവട്ടെ. ദൈവദാസന്മാരെ ശുശ്രൂഷക്കകത്ത് വലിയ ചേഞ്ച് ഉണ്ടാവട്ടെ. നിൽക്കാൻ കഴിയാതെ കാലുകളുടെ മേലൊരു തീ കത്തട്ടെ. കാലുകളുടെ മേലത്തിന്റെ ഒരു തീ ഫയർ ഓഫ് പുതിയ ചെരുപ്പുകൾ പരിശുദ്ധാത്മാ അണിയിക്കുക. പുതിയ ചെരുപ്പ്, നിയോഗത്തിന്റെ ചെരുപ്പ്, ഗോൾഡൻ ബൂട്ടുകൾ, യാത്രകളുടെ സീസണുകൾ കർത്താവേ തുറക്കുന്നതിനായി എനിക്കറിയത്തില്ല. ഈ ഗോൾഡ് കളർ പരിശുദ്ധാത്മാവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. വലിയ മുന്നേറ്റത്തിന്റെ അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും വർഷമായി പരിശുദ്ധാത്മാവ് വരുന്ന ഗോൾഡൻ കളർ പരിശുദ്ധാത്മാവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്ന കർത്താവ് അവർ ദൈവത്തിന്റെ വലിയ ഫേവർ ചലിക്കുന്നതിനായി സ്തോത്രം. യേശു നാമത്തിൽ പിതാവേ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സോ മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. സാധാരണ വാക്കുകളൊന്നും പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മൾ ഓരോരുത്തരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇതിലുള്ള എല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണവരാണ്. കർത്താവ് ശക്തമായി എടുത്ത് ഉപയോഗിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നമുക്ക് വീണ്ടും ഒരു സമർപ്പണം ഇന്ന് രാത്രി നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുഹിതം എന്താണോ, ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം എനിക്ക് സുവിശേഷം പറയാൻ കഴിയണേന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എത്രയോ ആൾക്കാർ ഹല്ലേലൂയ അത്തറാരവശന്തരെ
യേശു കർത്താവിനോടുള്ള വിടുതല്, സൗഖ്യം, ആത്മാവിന്റെ രക്ഷ ഒക്കെ അറിയേണ്ടതുണ്ട്. അവരിലേക്കൊക്കെ നമ്മളെ എത്തിക്കാൻ ഹല്ലേലൂയ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ ആത്മാവിനാൽ എടുക്കപ്പെട്ടതും ഹല്ലേലൂയ ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ ആ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്തേ. എന്നിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ അതിനായി എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു, അടിയനെ അതിനെ ഉപയോഗിച്ചാട്ടെ, അപ്പന്റെ ഹിതത്തിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. Holy Spirit movement ഇപ്പൊ നടക്കുവാൻ നമ്മൾ ഏത് പട്ടണത്തിലാണോ നമ്മളെ അയക്കുന്നത്, നമ്മൾ എവിടെയാണോ, ഏത് മരുഭൂമിയിലേട്ടാണോ നമ്മളെ അയക്കുന്നത്, അവിടെ നമ്മൾ ഹല്ലേലൂയ വിശ്വസ്തരായി നിന്നാൽ നമുക്ക് വേണ്ടി ഒരു ഉറവ കർത്താവ് അവിടെ തുറക്കും. ഇപ്പോൾ ഞാൻ കംഫർട്ട് സോണിലാണ്, കർത്താവെ ഞാൻ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് പോണോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ വാക്ക് നീ അനുസരിക്കുവാണെങ്കിൽ നിനക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ ഞാൻ മതിയായവൻ. അബ്രഹാം വിളിച്ചപ്പോൾ എങ്ങോട്ടെന്ന് അറിയാതെ ഇറങ്ങി തിരിച്ചതുപോലെ വിശ്വാസത്താൽ ഇറങ്ങി തിരിക്കുന്നവർ നന്മ തന്നെ കൊയ്യും. ഈ ദിവസങ്ങളിൽ ഒരു വലിയ കൊയ്ത്ത് നമ്മളിലൂടെ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ദൈവമക്കളെ. സന്തോഷത്തോടെ കർത്താവ് ആർപ്പിട്ടുകൊണ്ട് കർത്താവിന്റെ സുവിശേഷ വയലിലേക്ക് നമുക്ക് ഇറങ്ങാം. ഓ ശ്രേഷ്ഠദാസനെ നമ്മുടെ നടുവിൽ അയച്ചല്ലോ. നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. അതെല്ലാം നമുക്കുള്ളതാണ്. നമ്മളതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മതി. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഒരു ശുശ്രൂഷയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ ശുശ്രൂഷ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഇത്രയും തിരക്കുള്ള ഒരു ദേവദാസൻ നമ്മുടെ നടുവിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനിയും ഞാൻ വിളിക്കും. കാരണം അത്രയും വലിയ ശുശ്രൂഷയാണ് കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കർത്താവിന്റെ വയൽ പ്രദേശത്തുള്ളവരാണ്. നമ്മൾ അധികമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ദേവദാസന്മാരുടെ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ് ദൈവമക്കളെ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് കർത്താവിന്റെ വയലിലേക്ക് ആർപ്പോടെ ഇറങ്ങുവാൻ തയ്യാറായി നമ്മൾ നിന്നാൽ നമുക്കൊരു വലിയ കൊയ്ത്ത് കർത്താവ് വെച്ചേക്കുവാ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സഹവാസവും നമ്മൾ ഓരോരുത്തരോടും നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയം തന്ന കർത്താവിന് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ബുധനാഴ്ച കണ്ടുമുട്ടാം. നമ്മൾ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളാണ്. നമുക്ക് അനേക കാര്യങ്ങൾ കർത്താവ് ഒരുക്കി വെച്ച് നമ്മളെ നോക്കിയിരിക്കുവാണ്. നമ്മളത് പ്രാപിക്കാനായിട്ട് കർത്താവിന്റെ അടുക്കൽ ഇരുന്നാൽ മതി. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ ദാസനിലൂടെ പറഞ്ഞ എല്ലാ പ്രോഫസീസും 2025 നമ്മളിൽ നിവൃത്തിയാകും. ഹല്ലേലൂയ. എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തി എല്ലാവരെയും ഇപ്പോൾ തൊട്ടതിനായി സ്തോത്രം. അവരങ്ങേക്ക് വേണ്ടി ഹല്ലേലൂയ, അങ്ങയുടെ ആലോചനകൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഉപയോഗിച്ചാലും ഹല്ലേലൂയ ഞങ്ങളെ നയിച്ചാലും പരിശുദ്ധാത്മാവ് ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ ആരോട് സുവിശേഷം പറയണം, ഞങ്ങൾ എങ്ങോട്ട് പോകണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ ആലോചന പറഞ്ഞ് നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സകല പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. May God bless you all. Thank you so much, Pastor. കടന്നു വന്ന എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആഴമേറിയ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you all. Bye bye. Good night.